+2 സയൻസ് വിദ്യാർത്ഥികളെ ബോട്ടണി ക്ലാസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്കോളജിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പ്രാഥമികമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ചില ചെറിയ പ്രവർത്തനങ്ങൾ നൽകിയിരുന്നു. ഇതെല്ലാം നിങ്ങൾ ചെയ്തു കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാകും എന്നും വിശ്വസിക്കുന്നു. Today we have to discuss major abiotic factors. You know, the ecosystem is composed of biotic and abiotic factors. ഇക്കോസിസ്റ്റത്തിൽ, ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളുമുണ്ട്, അജീവീയ ഘടകങ്ങളുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആവാസ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട അജീവീയ ഘടകങ്ങൾ അഥവാ എബയോട്ടിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. The major abiotic factors are temperature, water, light and soil. പ്രധാനപ്പെട്ട അജീവീയ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1 ഊഷ്മാവ്, 2 ജലം, 3 ലൈറ്റ് പ്രകാശം, 4 സോയിൽ അഥവാ മണ്ണ്. ഫസ്റ്റ് വൺ ഈസ് temperature. Temperature is the most ecologically relevant environmental factor. It is the most relevant environmental factor. ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ഘടകമാണ് temperature. You know, average temperature on land varies seasonally. ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. You know, temperature decreases from the equator towards the poles. ഭൂമധ്യരേഖയിൽ നിന്ന് പോൾസിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ താഴും. ആൻഡ് ഫ്രം പ്ലെയിൻസ് ടു മൗണ്ടൻ ടോപ്സ്, പർവ്വതങ്ങളുടെ മുകളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയും. You know, in polar regions, the temperature ranges from sub-zero levels to more than 50 degrees Celsius in high altitudes, in deserts during summer. മരുഭൂമികളിൽ ഡെസേർട്സിൻ്റെ പ്രത്യേകത പകൽ സമയങ്ങളിൽ അതികഠിനമായ ചൂടും രാത്രികാലങ്ങളിൽ അതികഠിനമായ ശൈത്യവുമാണ്. അതുകൊണ്ടാണ് മരുഭൂമികളിൽ ജീവജാലങ്ങൾ തീരെ വസിക്കാൻ കഴിയാത്തത്. പോളാർ റീജിയൻസിൽ പോലും ജീവജാലങ്ങളുണ്ട്, ധാരാളം ജീവജാലങ്ങളുണ്ട്. മരുഭൂമികളിൽ ഈ ഒരു അവസ്ഥ കൊണ്ടാണ് ജീവജാലങ്ങൾക്ക് വസിക്കാൻ കഴിയാത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, another important thing is there are unique habitats like thermal springs. അതിശക്തമായ ചൂടുള്ള പ്രദേശങ്ങളാണ് തെർമൽ സ്പ്രിങ്സ്. നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആർക്കി ബാക്ടീരിയ പോലുള്ള ജീവജാലങ്ങൾ കാണപ്പെടുന്ന സ്ഥലങ്ങളാണ്. They are known as thermoacidophiles. And also we can see organisms can live in deep sea. Here, the average temperature exceeds more than 100 degrees Celsius. 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഈ പ്രദേശങ്ങളിലെ താപനില. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ജീവജാലങ്ങൾക്കും
എല്ലായിടത്തും വസിക്കാൻ കഴിയുകയില്ല, പറ്റില്ല. ഇപ്പോൾ തേയിലച്ചെടികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലാണോ? അല്ല, ഇടുക്കി ജില്ലയിലും വയനാട്ടിലുമൊക്കെയാണ് തേയില ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഏലം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. മറ്റൊരുദാഹരണം പറഞ്ഞാൽ മാംഗോ ട്രീസ് cannot grow in temperate countries like Canada and Germany. Snow leopards are not found in Kerala forests. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ കാലാവസ്ഥയിലും ജീവിക്കാൻ സാധ്യമല്ല. Then you remember temperature also affects the metabolic activities. ജീവജാലങ്ങളുടെ ഇന്റേണൽ ആക്ടിവിറ്റീസിനെ, ആന്തരിക പ്രവർത്തനങ്ങളെ, രാസപ്രവർത്തനങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നു ഊഷ്മാവ്. Remember, if temperature is beyond the limit, the rate of reactions decrease. ടെമ്പറേച്ചർ ബിയോണ്ട് ദ ലിമിറ്റിലാണെങ്കിൽ, പരിധിക്കപ്പുറമാണെങ്കിൽ രാസപ്രവർത്തന നിരക്ക് കുറയും. എന്താ കാര്യം? ഡ്യൂ ടു ദ ഡീനാച്ചുറേഷൻ ഓഫ് എൻസൈംസ്. What are enzymes? All enzymes are biological catalysts. ബയോളജിക്കൽ കാറ്റലിസ്റ്റുകൾ, രാസാഗ്നികൾ, എൻസൈംസ് ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ്. ജീവജാലങ്ങളിലെ എല്ലാ രാസപ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് എൻസൈംസ് ആണ്. Then what is an enzyme? You know, all enzymes are proteins, but all proteins are not enzymes. All enzymes are proteins, but all proteins are not enzymes. And moreover, you remember, a few organisms can tolerate and live in a wide range of temperature. That is known as eurythermal. Once again, a few organisms can tolerate and live in a wide range of temperature. Eurythermal. But majority are restricted to live in a narrow range of temperature. That is known as stenothermal. Narrow range of temperature, stenothermal. The levels of thermal tolerance of different species determine to a large extent their geographical distribution. ഓർക്കുക, ടെമ്പറേച്ചറിനനുസരിച്ചായിരിക്കും, ഊഷ്മാവിനനുസരിച്ചാണ് ജീവജാലങ്ങളുടെ നിലനിൽപ്പ്, അവയുടെ ഡിസ്ട്രിബ്യൂഷൻ, ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നാമത്തെ അബയോട്ടിക് ഫാക്ടറായ ടെമ്പറേച്ചറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ തൽക്കാലം അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അബയോട്ടിക് ഫാക്ടറാണ് വാട്ടർ. വാട്ടർ ഈസ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ ലൈഫ് ഓഫ് ഓർഗാനിസംസ്. നമുക്കെല്ലാവർക്കും അറിയാം, വി കനോട്ട് ലീവ് വിതൗട്ട് വാട്ടർ. വി കനോട്ട് ലീവ് വിതൗട്ട് വാട്ടർ. ജലമില്ലാതെ നമുക്ക് ജീവിക്കുക സാധ്യമല്ല. In fact, life on earth originated in water. ആദ്യമായി ജീവന്റെ ഉൽപ്പത്തി, till now we cannot say how life is originated till now exactly. എന്നാലും we can say, in fact, life on earth may be originated in water. Then in deserts, viability of water is limited, and these organisms have special adaptations. മരുഭൂമിയിൽ കാണപ്പെടുന്ന, മരുഭൂമിയിൽ ജലദൗർലഭ്യമുണ്ട്, ജലലഭ്യത കുറവാണ്. അപ്പോൾ അവിടെയുള്ള ജീവജാലങ്ങൾക്ക്
പ്രത്യേക അനുകൂലനങ്ങളുണ്ട്, അഡാപ്റ്റേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്ത അധ്യായത്തിലൊക്കെ വിശദമായി പഠിക്കുന്നതാണ്. Then, the productivity and distribution of plants dependent on water. ഉൽപാദനക്ഷമത, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ്, ഇവയൊക്കെ പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കുന്നത് വാട്ടർ അല്ലെങ്കിൽ ജലലഭ്യത അനുസരിച്ചാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, you may think organisms live in aquatic habitats should not face any water related problems. ജലജീവികൾക്ക് ജലം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. ധാരാളം ജലമുണ്ട്, ധാരാളം വാട്ടറുണ്ട്, അപ്പോൾ ഒരു പ്രശ്നമേ അല്ല എന്ന് കരുതരുത്. ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ഹിയർ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്വാളിറ്റി ഓഫ് വാട്ടർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ക്വാളിറ്റി ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ എന്താ? ജലത്തിൻ്റെ ഗുണനിലവാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്താണ്? കെമിക്കൽ കമ്പോസിഷൻ ഓഫ് വാട്ടർ. മറ്റൊന്ന് പി എച്ച് വാല്യൂ. പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കെമിസ്ട്രി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻസ് ഹൈഡ്രജൻ, സോറൻസൺ സ്കെയിൽ, പി എച്ച് സ്കെയിൽ. pH 7 is considered as neutral. 7 താഴെ വന്നാൽ acidity increase ചെയ്യും. ഇതൊക്കെ നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജലജീവികളെ സംബന്ധിച്ചിടത്തോളം ജലം ഒരു പ്രശ്നമേ അല്ല എന്നുള്ള കാഴ്ചപ്പാട് തെറ്റാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജലത്തിൻ്റെ ക്വാളിറ്റി ആണ് പ്രധാനമായിട്ടും. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ, പി എച്ച്, ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല സാൾട്ട് കോൺസെൻട്രേഷൻ, ഉപ്പിൻ്റെ അളവ്. it is less than 5 in inland water. എന്താണ് ഇൻലൻഡ് വാട്ടർ എന്ന് വെച്ചാൽ? വാട്ടർ on the surface of lands and above the level of oceans. Once again, water on the surface of lands and above the level of oceans. അവിടെ 5 ആണ്. 5 എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാം പെർ കിലോഗ്രാം ആണ് അതിൻ്റെ യൂണിറ്റ്. 1 കിലോഗ്രാം വാട്ടറിൽ 5 ഗ്രാം. Then 30 to 35 in sea water. 30 മുതൽ 35 വരെയാണ് കടൽ വെള്ളത്തിലെ ഉപ്പിൻ്റെ അംശം അളവ്. Then more than 100 in hypersaline water. 100ൽ കൂടുതലാണ്. എവിടെ? ഇൻ ഹൈപ്പർസലൈൻ വാട്ടർ. ഇവിടെ കാണപ്പെടുന്ന ജീവജാലങ്ങളെ ഹാലോഫൈൽസ് എന്ന് പറയും. Then some organisms can tolerate a wide range of salinities. They are known as uri-haline. But others are restricted to a narrow range known as steno-haline. Steno-haline, narrow range of salinity. And also remember, many freshwater animals cannot live for long in sea and vice versa. എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ജന്തുക്കൾക്ക് ഒരുപാട് സമയം കടൽ വെള്ളത്തിൽ ജീവിക്കാൻ പറ്റില്ല. കടൽ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഒരുപാട് സമയം ശുദ്ധജലത്തിലും ജീവിക്കാൻ പറ്റില്ല. Once again, many freshwater animals cannot live for long in sea and vice versa. ഇത്രയും കാര്യങ്ങളെങ്കിലും ജലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. Then another factor is light. You know what is the importance of light?
ഈ ലോകത്ത് ഊർജത്തിൻ്റെ ഒരേ ഒരു ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? സൂര്യനാണ്. സൺ ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി. അവിടെ നിന്ന് ഈ എനർജി, ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യാൻ, ആഗിരണം ചെയ്യാൻ, വലിച്ചെടുക്കാൻ, സ്വാംശീകരിക്കാൻ, സ്വീകരിക്കാൻ കഴിവുള്ളത് ആർക്ക് മാത്രമാണ്? Only the green plants. Only the green plants have the capacity to absorb this light energy from the sun. During which process? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, +1 ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, during photosynthesis. So we know photosynthesis is one of the most important biochemical performances in this world. ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബയോളജിക്കൽ ആക്ടിവിറ്റിയാണ് പ്രകാശ സംശ്ലേഷണം. Without this process, there is no life. ഈ പ്രക്രിയ ഇല്ലെങ്കിൽ ജീവനില്ല, ജീവിതമില്ല, മനുഷ്യനില്ല, മറ്റു ജീവജാലങ്ങളില്ല. എന്താ കാര്യം? Because during this process, light energy is absorbed and that light energy is converted into chemical energy and stored in the glucose molecules. പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടക്കുമ്പോഴാണ് പ്രകാശോർജം ആഗിരണം ചെയ്യുന്നത്. ആ പ്രകാശോർജം ആഗിരണം ചെയ്ത് രാസോർജമാക്കി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ എൻ പ്രോഡക്റ്റായ ഗ്ലൂക്കോസിൽ ശേഖരിക്കും. So thus we can see green plants are the autotrophs. They can synthesize their own food materials by using light energy. That is the most important aspect of light. ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ് ലൈറ്റ്. ഇതുമായി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് many small plants in forests are adapted to photosynthesize optimally under very few or very low light conditions. കാര്യം എന്താ? Because tall trees are overshadowing the small plants. നമ്മുടെ വനമേഖലയിൽ വലിയ വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങളുടെ അടിയിൽ ചെറിയ ചെടികൾ കാണും. അപ്പോൾ അവർക്ക് ലൈറ്റ് എനർജി അല്ലെങ്കിൽ ലൈറ്റ് കിട്ടുന്നത് വളരെ കുറച്ച് മാത്രമേ കിട്ടൂ. അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സസ്യങ്ങളും ഉണ്ട്. മാക്സിമം ലൈറ്റ് കിട്ടുന്ന, പരമാവധി പ്രകാശോർജ്ജം ആഗിരണം ചെയ്യാൻ കഴിവുള്ള സസ്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. And moreover, many plants require sunlight for flowering. പുഷ്പങ്ങൾ ഉണ്ടാകണമെങ്കിൽ പ്രകാശോർജ്ജം ആവശ്യമാണ്, ലൈറ്റ് എനർജി ആവശ്യമാണ്. ഇനി സസ്യങ്ങൾക്ക് മാത്രമാണോ? അല്ല. Many animals also require light for reproductive and migratory activities. പ്രത്യുൽപാദനപരമായ പ്രക്രിയകൾക്ക് ലൈറ്റ് എനർജി ആവശ്യമാണ്. മൈഗ്രേറ്ററി ആക്ടിവിറ്റീസ്, ദേശാടനം തുടങ്ങിയ പ്രക്രിയകൾക്കും ലൈറ്റ് എനർജി ആവശ്യമാണ്. And we can see the availability of light is closely linked with that of temperature because sun is the source for both. ലൈറ്റും ടെമ്പറേച്ചറും രണ്ടും ലഭ്യമാകുന്നത് സൂര്യനിൽ നിന്നാണ്. ആ കാര്യവും നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക. ഇൻ ഡീപ്പ് ഓഷൻസ്, ഏകദേശം 500 മീറ്ററിന് താഴെ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത്, the environment is dark perpetually. സമുദ്ര അന്തർഭാഗം അല്ലെങ്കിൽ അടിഭാഗത്ത് അവിടെ പ്രകാശോർജം വളരെ കുറവായിരിക്കും, very ഡാർക്കാണ്. ഇവിടെ എനർജിയുടെ സോഴ്സ് എന്താണ്? നിങ്ങളുടെ അധ്യാപകരുമായിട്ടത് ചർച്ച ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ സോളാർ സ്പെക്ട്രം പഠിച്ചിട്ടുണ്ട്, ആക്ഷൻ സ്പെക്ട്രം പഠിച്ചിട്ടുണ്ട്, അബ്സോർഷൻ സ്പെക്ട്രം പഠിച്ചിട്ടുണ്ട്, വിബ്ജിയോർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വിസിബിൾ സ്പെക്ട്രം. ഈ വിസിബിൾ സ്പെക്ട്രത്തിൽ ഉള്ള എല്ലാ റേസും
ഈ സമുദ്ര അന്തർഭാഗത്തുള്ള അടിഭാഗത്തുള്ള ജീവജാലങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ? ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഗ്രീൻ ആൽഗകളാണോ, ബ്രൗൺ ആൽഗകളാണോ, റെഡ് ആൽഗകളാണോ? ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് റെഡ് ആൽഗകളാണ്. അതിൻ്റെ കാരണം നിങ്ങൾ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യണം. അപ്പോൾ ലൈറ്റിനെ കുറിച്ച് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അബയോട്ടിക് ഫാക്ടറായ ലൈറ്റ്, അതിനെക്കുറിച്ച് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എങ്കിലും നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കാൻ ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ ആവർത്തിക്കുന്നത് നല്ലതാണ്. ലോ ഓഫ് എക്സർസൈസ് എന്ന് പറയും, ലോ ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ്. പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കുക. പണ്ട് പഠിച്ച കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോൾ തന്നെ അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴേ, അമ്മ തൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടു കണ്ണീർ. ഈ വരികൾ ഞാൻ ചൊല്ലിയപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ചൊല്ലുന്നുണ്ടാകാം. എന്തുകൊണ്ടാണ്? ഇത് വല്ലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ആവർത്തിക്കുന്നു, ഓർത്തു നോക്കുന്നു. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക. ഇനി ഒരു കാര്യം ഓർത്തിരിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം എന്താണ്? ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ എന്നെ മറക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ ഓർക്കും. ഓക്കെ, കം ബാക്ക്. അടുത്ത എബയോട്ടിക് ഫാക്ടറാണ് സോയിൽ, മണ്ണ്. സ്റ്റഡി ഓഫ് സോയിൽ ഇസ് നോൺ ആസ് പെഡോളജി. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് പെഡോളജി. You know, nature and properties of soil varies in different places. എല്ലായിടത്തെയും മണ്ണ് ഒരുപോലെയാണോ? ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ മണ്ണാണോ ഇടുക്കി ജില്ലയിൽ? ഇടുക്കി ജില്ലയിലെ മണ്ണാണോ വയനാട് ജില്ലയിൽ? നമ്മുടെ കേരളത്തിൻ്റെ മണ്ണാണോ തമിഴ്നാട്ടിൽ? അല്ല, വ്യത്യസ്തമാണ്. എന്താ കാര്യം? ഈ മണ്ണിൻ്റെ ഘടനയിൽ മാറ്റം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് റീസൺസ്? The nature of soil varies in different places. Why? Remember, it is dependent on the following reasons. ഇനി പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ് മണ്ണിൻ്റെ ഘടനയിൽ, അതിൻ്റെ പ്രോപ്പർട്ടിയിൽ വ്യത്യാസമുണ്ടാകുന്നത്. First one is climate. Second one is weathering process. Climate, കാലാവസ്ഥ. വെതറിംഗ് പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ്? മണ്ണുണ്ടാകുന്നത് എങ്ങനെയാണ്? പാറ പൊടിഞ്ഞാണ് പ്രധാനമായിട്ടും മണ്ണുണ്ടാകുന്നത്. അതാണ് വെതറിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് വെദർ ദ സോയിൽ ഈസ് ട്രാൻസ്പോർട്ടഡ് ഓർ സെഡിമെൻ്ററി. ഈ മണ്ണ് ഒഴുകി വന്നതാണോ അതോ അടിഞ്ഞു കിടക്കുന്നതാണോ? ആൻഡ് ഹൗ സോയിൽ ഡെവലപ്മെൻറ്റ് ഒക്കേർഡ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ്, ഘടകങ്ങൾ കൊണ്ടാണ്, വസ്തുതകൾ കൊണ്ടാണ് മണ്ണിൻ്റെ നേച്ചർ, അതിൻ്റെ പ്രോപ്പർട്ടി വ്യത്യസ്തമാകുന്നത്. ഇനി what are the characteristics of soil? മണ്ണിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് പ്രധാനമായിട്ടും? So what are the major characteristics of soil? മണ്ണിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഫസ്റ്റ് വൺ ഈസ് സോയിൽ കമ്പോസിഷൻ. സെക്കൻഡ് വൺ ഈസ് ഗ്രെയിൻ സൈസ്. തേർഡ് വൺ ഈസ് അഗ്രിഗേഷൻ. സോ സോയിൽ കമ്പോസിഷൻ, ഗ്രെയിൻ സൈസ്, സോയിലിൻ്റെ ഘടകങ്ങൾ, മണ്ണിലെ വിവിധ ഗ്രെയിൻ സൈസ് എന്ന് വെച്ചാൽ ഇപ്പോൾ സാൻഡ്, ഗ്രേവല്, സിൽറ്റ്, ക്ലേ തുടങ്ങിയ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. അതാണ് ഗ്രെയിൻ സൈസ്. അഗ്രിഗേഷൻ എക്സെട്ര ഡിറ്റർമിൻ ദ പെർക്കുലേഷൻ ആൻഡ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. പെർക്കുലേഷൻ എന്ന് വെച്ചാൽ എന്താ? അരിക്കൽ,
ജലം അരിച്ചരിച്ചരിച്ചരിച്ച് താഴേക്ക് ഇറങ്ങി പോകുന്നതാണ് പെർക്കുലേഷൻ. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താ? ജലം പിന്നെ അവിടെ സ്റ്റോർ ചെയ്യാണ്, മണ്ണിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ജലം. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. ഓൾസോ റിമെമ്പർ the vegetation in a particular area mainly depends on pH. ഒരു പ്രത്യേക ഹാബിറ്റാറ്റിലെ വെജിറ്റേഷൻ ഏതെല്ലാം കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത്? ഒന്ന് pH. ഞാൻ നേരത്തെ പറഞ്ഞു pH എന്താണെന്ന്, കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു. മിനറൽ കമ്പോസിഷൻ പറഞ്ഞു. ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോം ആൻഡ് ബിഹേവിയർ ഓഫ് ദി എർത്ത്. ഈ ഇത്രയും ഘടകങ്ങളാണ് ഒരു സ്ഥലത്തെ വെജിറ്റേഷൻ ഏതെന്ന് തീരുമാനിക്കുന്നത്. ആൻഡ് ഓൾസോ ഡിറ്റർമിൻസ് ദ ടൈപ്പ് ഓഫ് ആനിമൽസ് ദാറ്റ് ക്യാൻ ബി സപ്പോർട്ടഡ്. ലൈക്ക് ദാറ്റ് ഇൻ അക്വാട്ടിക് എൻവയോൺമെൻറ്റ്സ്, characteristics often determine the type of benthic animals that can live there. എന്താണ് ബെന്തിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ? ജലജീവികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കാണപ്പെടുന്ന ജീവികളാണ് ബെന്തിക് ആനിമൽസ്. ഫോർ എക്സാമ്പിൾ സ്റ്റാർഫിഷ്, സ്നെയിൽസ് എക്സെട്ര. അപ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള ജീവികൾക്കും ജീവിക്കാൻ പറ്റത്തില്ല. സെഡിമെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, അവിടെ അടിഞ്ഞുകൂടുന്ന മണ്ണിൻ്റെ സ്വഭാവം അനുസരിച്ച് ഉള്ള ജീവികൾക്ക് മാത്രമേ, അത് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ജീവികൾക്ക് മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റൂ. സോ ബെന്തിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന ജീവജാലങ്ങളെയാണ് ബെന്തിക് ആനിമൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റാർഫിഷ്, സ്നെയിൽസ് എക്സെട്ര. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട അബയോട്ടിക് ഫാക്ടേഴ്സ്. ദീസ് ആർ ദ മെയിൻ അബയോട്ടിക് ഫാക്ടേഴ്സ്. എല്ലാവർക്കും ഇത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രവർത്തനമാണ് ഞാൻ നൽകുന്നത്. ഫസ്റ്റ് വൺ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. എ, യൂറിതെർമൽ. ബി, സ്റ്റിനോതെർമൽ. സി, യൂറിഹലൈൻ. D, stenohaline. And the second one is list out the important abiotic factors and their effects on the ecosystem. ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിക്കുകയാണ്. ഈ തന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.